ഹലോ, നമ്മളിന്നൊരു ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു ബിയർ ബോട്ടിൽ എടുത്തിട്ട്, ബിയർ ബോട്ടിൽ നിന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബോട്ടിൽ എടുക്കാം. ആ ബോട്ടിൽ ഒരു ബ്ലാക്ക് കളറാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജംഗിൾ തീമാണ്. അപ്പോൾ നമുക്ക് ജംഗിൾ തീം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ഇവിടെ നമുക്ക് പെയിൻറ്റ് വെച്ചിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ കുറേ ലീവ്സാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള പാറ്റേണിലുള്ള പല പല ഷേപ്പുള്ള കുറേ ഇലകൾ നമുക്കിതുപോലെ വരച്ചു കൊടുക്കാം. ഇലകൾ മാത്രമല്ല, കുറേ വള്ളികളും പൂക്കളും കായ്കളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ബോട്ടിൽ കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ നമുക്ക് കൊടുക്കാം. നമുക്ക് ഈ ബ്ലാക്കിന് പുറത്ത് എന്താ പറയുക, യെല്ലോ വരുമ്പോൾ, ഓറഞ്ച് വരുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ ബ്ലൂ കളറൊക്കെ വരുമ്പോൾ നന്നായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കളേഴ്സ് എല്ലാം നമുക്ക് ഇതിലിങ്ങനെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നല്ല ബ്രൈറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. നെക്ക് പോർഷൻ വരെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ജംഗിളിൽ കുറച്ച് ആനിമൽസിനെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആനിമൽസിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല, പകരം ഓരോരോ സിമ്പിളായിട്ട് ഒരു ആനിമലിൻ്റെ ഒരു പാർട്ട് മാത്രം നമ്മൾ ചെയ്തിരിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ എന്ത് പേപ്പറായാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു വേസ്റ്റ് പേപ്പറിൽ കുറച്ച് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ശേഷം ഞാനിതുപോലെ ഒരു പഞ്ചർ വെച്ചിട്ട് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുമല്ലോ നമ്മൾ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ സർക്കിൾ ഷേപ്പിൽ എടുത്തു. എന്നിട്ട് ഞാൻ ഒരു ഇതുപോലെ ഒരു ഒഴിഞ്ഞ ഒരു എന്താ പറയുക മെഡിസിൻ സ്ട്രാപ്പ് എടുക്കുക. സ്ട്രാപ്പ് ഇങ്ങനെ ചുളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലാക്ക് കളറ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബേസായിട്ട് നമുക്ക് യെല്ലോ കളറോ അല്ലെങ്കിൽ റെഡ് കളറോ അല്ലെങ്കിൽ സാധാരണ വൈറ്റ് കളറായിട്ടുള്ള പേപ്പർ നമുക്കിതുപോലെ ഒരു ഫെവി ബോണ്ട് അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം വെട്ടിയെടുക്കാം.
പശക്കുണങ്ങിയതിന് ശേഷം നമുക്ക് ഇതുപോലെ വെട്ടിയെടുക്കാം. വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഗൂഗ്ലൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മളിപ്പോൾ കണ്ടു. എന്നിട്ട് ഈ കണ്ണുകൾ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ പുല്ലിൻ്റെ ഇടയിലൊക്കെ ഓരോരോ സാധനങ്ങൾ ഒളിഞ്ഞു നോക്കുന്ന മാതിരിക്കുള്ള ഒരു ഫീലാണുള്ളത്. എന്നിട്ട് നമുക്ക് വാർണിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലൈസിങ് കിട്ടും. ഇത് വാർണിഷ് അപ്ലൈ ചെയ്ത ബോട്ടിലാണ് നിങ്ങളിപ്പോൾ കണ്ടത്. താങ്ക് യു.